ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ ആയത്താണ്. 9-10 ആയത്തുകളാണ്. മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസങ്ങളിൽ യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽ ഒന്നാണ്. തുടരെ വരുന്ന 3 മാസങ്ങളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അത് കഴിഞ്ഞാൽ പിന്നെ റജബ് മാസം. ഇങ്ങനെ 4 മാസങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ജാഹിലിയ്യ കാലത്ത് പോലും അറബികൾ ആചരിച്ചു പോന്നിരുന്ന പവിത്രതയേറിയ മാസങ്ങളായിരുന്നു അത്. ശരീഅത്തുൽ ഇസ്ലാം വന്നതിൽ പിന്നെ അത് ദീനിന്റെ ശർആക്കപ്പെടുകയും ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് അല്ലാഹു പ്രഖ്യാപിച്ച് മിൻഹാ അർബഅത്തുൻ ഹുറും 4 മാസങ്ങൾ പവിത്രതയേറിയതാണെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹറാം എന്ന വാക്കിൻ്റെ പ്ലൂറലാണ് ഹുറും. ഹറാം എന്ന വാക്കിന് 2 വളരെ പ്രബലമായ 2 അർത്ഥങ്ങളാണ്. ഒന്ന്, നമ്മളൊക്കെ അറിയുന്ന പ്രോഹിബിറ്റഡ്, ചെയ്യാൻ പാടില്ലാത്തത്, അരുതാത്തത്. മറ്റൊന്ന് പവിത്രതയേറിയത്, സേക്രഡ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ദ ഹോളി സാങ്ച്വറി എന്നാണ് ഇതിനർത്ഥം. മക്കയിലെ കഅബയുടെ ചുറ്റുമുള്ള പള്ളിയുടെ പേര് മസ്ജിദുൽ ഹറാം എന്നാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ സാധാരണക്കാരൊക്കെ ചിന്തിച്ചെന്താ പഠിച്ചോനെ ഹറാം എന്നൊക്കെ പേരിട്ടത്. ആ ഹറാമിന്റെ അർത്ഥം അവിടെ ഹോളി എന്നാണ്, പരിശുദ്ധമായത് എന്നാണ്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം നിഷിദ്ധമാക്കപ്പെട്ടത്. എന്ത് നിഷിദ്ധമാക്കപ്പെട്ടത്? ഷണ്ഡ കൂടുക, തമ്മിലടിക്കുക, യുദ്ധം ചെയ്യുക പോലെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ മുഴുക്ക ഹറാമാണ്. പക്ഷേ അതിഗുരുതരമായ ഹറാമാണ് ഈ 4 മാസങ്ങളിൽ. ആ മാസത്തിന്റെ പേര് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണെന്നാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മുഹറമായ മാസം. മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തങ്ങൾ നോമ്പ് എടുത്തിരുന്ന മാസം മുഹറം മാസമായിരുന്നുവെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റമദാൻ പോലെ ഒരു മാസവും നബി തങ്ങൾ പൂർണ്ണമായി നോമ്പെടുത്തിട്ടില്ല. പക്ഷേ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തക്മല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ ബിസൗമിൻ, ഒരു മാസവും നബി തങ്ങൾ പൂർത്തിയായി നോറ്റത് മഅദ റമദാൻ, റമദാൻ അല്ലാതെ വേറെ മാസം നബി തങ്ങൾ പൂർത്തിയായി നോറ്റിട്ടില്ല. പക്ഷേ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന ഒരു മാസമാണ് മുഹറം മാസം. അത് സുന്നത്തായ നോമ്പുകളാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് മുഹറമിലെ നോമ്പുകൾ എന്ന് പറയുന്ന ഹദീസ് ഇമാം തുർമിദി റളിയല്ലാഹു അൻഹുവിന്റെയും സ്വഹീഹ് മുസ്ലിമിലും കാണുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന് ഇഷ്ടമുള്ള നോമ്പുകളാണ്. ഇവിടെ നോമ്പുകളിൽ തന്നെ മുത്തലഖായ സുന്നത്തും റവാത്തിബായ സുന്നത്തും പോലെ നോമ്പുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ശവ്വാൽ മാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ശവ്വാലിന്റെ 6 നോമ്പുകൾ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. കാനക സുയാമി ദഹ്രി കുല്ലി, അല്ലേ? റമദാന് നോറ്റു, അതിനുശേഷം 6 നോമ്പും കൂടെ നോറ്റാൽ കാനക സുയാമി ദഹ്രി കുല്ലി, കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചതിന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹിജ്ജ മാസം നമുക്ക് കഴിഞ്ഞുപോയി. ഹജ്ജിനെ സംബന്ധിച്ച് നമ്മൾ പരാമർശിച്ചു. അവിടെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുമായിരുന്നു, അള്ളാഹു 3 മാസങ്ങളിലെ 10 ദിവസങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന്. അത് ദുൽഹിജ്ജയിലെ 10 ദിവസവും മുഹറത്തിലെ 10 ദിവസവും റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളുമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അപ്പോ ആ ശവ്വാലിന്റെ 6 നോമ്പും ദുൽഹിജ്ജ മാസത്തിലെ നോമ്പും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണോ മുഹറത്തിൻ്റെത്? മുഹറം മാസം മുഴുവനുമുള്ള നോമ്പ് കേട്ടോ. മുഹറത്തിന്റെ ആശൂറയിന്റെയും താസുഅയിന്റെയും നോമ്പ് വളരെ മുഅക്കദായ അതിശ്രേഷ്ഠമായ നോമ്പാണ്. യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു മാസത്തെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് അഖ്റജഹു ശൈഖാൻ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അല്ലാഹു ആ ദിവസങ്ങളൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റവാത്തിബ് സുന്നത്ത്, നിസ്കാരത്തിന്റെ ശേഷവും ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും മുമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നമുക്കറിയാമല്ലോ. ആ സുന്നത്ത് സാധാരണ മുത്തലഖ് സുന്നത്തുകളെക്കാളും ശ്രേഷ്ഠമേറിയതാണ്. നമ്മൾ ഉദു എടുത്തു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുന്നു, പള്ളിയിലിരിക്കുകയാണ്,
നമ്മൾ വെറുതെ സുന്നത്ത് നിസ്കരിക്കുന്നത് മുത്തലഖ് സുന്നത്ത് എന്ന് പറയും. സമയബന്ധിതമല്ലാത്ത സുന്നത്തുകൾ. അത് ആണോ നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകൾക്കാണോ ശ്രേഷ്ഠത? നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾക്കാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. എന്നതുപോലെ മുഹറം മാസത്തിൽ മുഴുവനായി എടുക്കുന്ന മുത്തലഖായ നോമ്പ് അതിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് ദുൽഹിജ്ജയിലെയും അതുപോലെ തന്നെ ശവ്വാലിന്റെയും ആദ്യത്തെ ശവ്വാലിന്റെ 6 നോമ്പും ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളുടെ 9 വരെയുള്ള നോമ്പുകളുമാണെന്ന് മഹാന്മാരായ അയിമ്മത്തുകൾ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മുത്തലഖായ നോമ്പുകൾ വെറുതെ സുന്നത്ത് നോമ്പ് എടുക്കുക. അഹബ്ബു സുയാമി ഇലല്ലാഹി സുയാമി ദാവൂദ് അലൈഹിസ്സലാം, അല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ്. യസൂമു യൗമൻ വയുഫ്തിറു യൗമ. ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ നോമ്പനുഷ്ഠിക്കും, പിറ്റേന്നാൾ ഒരു നോമ്പെടുക്കില്ല. അതിന്റെ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്നില്ല, അതിന്റെ പിറ്റേന്നുണ്ട്. അങ്ങനെയുള്ള നോമ്പ് ആണ് സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ഉത്തമം. റമദാന നമ്മളൊരു മാസം പൂർത്തിയായിട്ട് എടുക്കുക. അപ്പൊ ആ റമദാനിന്റെ ആ ഒരു പ്രത്യേകതയെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഒരു മാസവും നബി തങ്ങൾ പൂർത്തിയായി നോമ്പെടുത്തിട്ടില്ല, റമദാൻ ഒഴികെ. ഇടക്ക് നോമ്പ് നോൽക്കും, ഇടക്ക് ഒഴിവാകുന്ന ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും മുഹറം മാസത്തിൽ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നോൽക്കൽ പ്രത്യേകിച്ച് സുന്നത്താണ്. അതിലേറ്റവും പ്രബലമായ സുന്നത്തുള്ള ദിവസങ്ങളാണ് ഈ മുഹറത്തിന്റെ 9ഉം 10ഉം ദിവസങ്ങൾ. ആശൂറാ, താസൂആ എന്നാണ് പറയാ, അല്ലേ? ഇരിക്കട്ടെ, മുഹറം എന്നത് അള്ളാഹുവിന്റെ മാസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും അള്ളാഹു തആല ഉമ്മത്തികളുടെ ഇബാദത്തിന് കണക്ക് നിശ്ചയിച്ച് അള്ളാഹു പറഞ്ഞു തന്ന ചന്ദ്രവർഷത്തിലെ തുടക്കമാണ് മുഹറം.